വെള്ളമൊക്കെ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞേണ്ടത് ആ റേഞ്ചിലാക്കി മൊത്തത്തിൽ. ആ വീടും ഏകദേശം പോകാറായിരിക്കുകയാണ്. ഇവിടുന്നൊക്കെ ആൾക്കാരൊക്കെ മാറിപ്പോയെന്ന് തോന്നുന്നു. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന വലിയതുറയാണ് കേട്ടോ. വലിയതുറ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കടൽക്ഷോഭം രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. അപ്പം വീടുകളൊക്കെ ഏകദേശം കുറച്ചൊക്കെ കടലെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക. എങ്ങനെയാണ്, എവിടെയാണ് വീടിൻ്റെ പ്രശ്നം? വീടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട് കടൽ വന്ന് അടിച്ച് കടലും കാറ്റും കൂടെയാണ്. കാറ്റാണ് ശക്തമായി വന്നത്. അങ്ങനെ ശക്തമായി വന്നപ്പോഴത്തേക്ക് ഷീറ്റെല്ലാം പറന്നു പോയെന്ന് പറഞ്ഞാൽ എല്ലാം തവിട് പൊടിയായി പോയി. ആ ഷീറ്റ് എടുത്തിട്ട് വീണ്ടും ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. അതങ്ങനെ ആയപ്പോഴത്തേക്ക് കതവും ജനലും എല്ലാം അത്രയ്ക്ക് ശക്തി കാറ്റ്. അത് മാത്രമല്ല കടലടിച്ച് താഴെ മുകളിലൊരു ഒരു നില, താഴെ ഒരു നില. അത് താഴത്തേല് 2 കതവും പൊട്ടിപ്പോയി, 3 ജനല് പൊട്ടി. അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കിടക്കാൻ നിലവൃത്തിയില്ലാതെ ഇപ്പൊ പാലത്തിന്റെ അകത്തുള്ള ഗോഡൌണിലാണ് വന്ന് കിടക്കുന്നത്. ഫാമിലി ആയിട്ട് വീട്ടുകാരെല്ലാം ഉണ്ടോ അതോ? ഭാര്യ, ഭർത്താവ്, കൊച്ചുമോൻ, ചെറുപിള്ളുണ്ട്. അതെ. ഈ ഗവൺമെന്റ് നിങ്ങൾക്ക് അല്ലാതെ അത്യാവശ്യം ദുരിതാശ്വാസ ക്യാമ്പൊന്നും അറേഞ്ച് തന്നിട്ടില്ല. ഈ പ്രാവശ്യത്തെ ഇതിൽ ഉണ്ടെന്ന് പറയുന്നത്. റോഡിന്റെ അവിടെ എല്ലാം വീടുകൾ പോയി, 4 വരി വീടുകളൊക്കെ പോയി. ശംഖുമുഖം ബീച്ച് ഇനി ഓർമ്മയിൽ മാത്രമാണ്. ബീച്ച് നമുക്കില്ല ഇനി. കാരണം ഇത്രയും കുറേ ഭാഗങ്ങളായിരുന്നു നമ്മൾ വന്നിരിക്കുകയൊക്കെ ചെയ്താൽ. ഇപ്പം കണ്ടിട്ട് പേടിയാവുന്നു. രണ്ട് ബോട്ടൊക്കെ അടിച്ച് പൊട്ടിച്ച് നാശമാക്കിയിട്ടേക്കുക. ഈ തീരം എല്ലാം ഇടിഞ്ഞു പോയി. അത്രയും വളരെ വലിയൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഒരു ഭീമാകരമായ വലിയ തിരമാലകളാണ് വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം കടലെടുത്തെടുത്ത് ഏകദേശം ഇവിടെ വരെ ആയി. ഇനി മുന്നേ അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഒരു പിടിയില്ല. സർക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ടൂറിസ്റ്റുകൾ ആദ്യം തടയുക. വലിയ ഡേഞ്ചറാണ്. ശംഖുമുഖം ബീച്ചെന്ന് പറയുന്നത് വളരെ അപകടകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിരൂക്ഷമായ തിരയുണ്ടാവും. വർഷകാലം ആരംഭിച്ചിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിരൂക്ഷമെന്ന് വെച്ചാൽ അതിരൂക്ഷമാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഉദാഹരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ട അറിയാൻ വേലയേറ്റത്തിന് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത്. അതെ, വളരെ രൂക്ഷമായ അന്തരീക്ഷമാണ്. കഴിവതും ഈ ശംഖുമുഖത്തോട്ടുള്ള യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെ കുട്ടികളെയും കൊണ്ടോ അല്ലെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട്, അത് ഒഴിവാക്കുക. വളരെ അവർ തന്നെ പറയുന്നു ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അന്തരീക്ഷമാണ് ഇത്. അടുത്ത് വേലിയേറ്റത്തിൽ എന്താണ് സംഭവിക്കാന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയും ഇത് ഭയങ്കര ഭീമമായിട്ടുള്ള തിരകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ ടൂറിസമാണ് അതിന് മുൻകൈ എടുത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് ഈ ടൂറിസ്റ്റുകളെ മാറ്റേണ്ടത്. കാരണം നമ്മൾ പറയണതിന് ഒരു ലിമിറ്റുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളടുത്ത് ഷൗട്ട് ചെയ്തിട്ട് കയറി ചീത്തയും വിളിച്ചിട്ട് ഞങ്ങളുടെ നേരെ തന്നെ വരികയാണ്. നിങ്ങൾ ബോർഡ് വയ്ക്കണം, അല്ലെങ്കിൽ ബാരിക്കേഡ് വെച്ച് തടയണം, നിങ്ങൾ കയറി കെട്ടിയിട്ടല്ലേ ഞങ്ങളടുത്ത് പറയേണ്ടതെന്നൊക്കെയുള്ള ഭീഷണി സ്വരത്തിലാണ് പറയുന്നത്. ഈ ഒരുപാട് പേർക്ക് നീന്താൻ അറിഞ്ഞുകൂടാ. അവർക്ക് തന്നെ അറിയാം, മരണം മുന്നിൽ കണ്ടാണ് അവർ വരണത്. എന്നിട്ട് ഞങ്ങളടുത്ത് ഞങ്ങളെ ഉപദേശം കേൾക്കാതെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ വരുന്ന ടൂറിസ്റ്റുകൾ മിക്ക ആൾക്കാരും ചെയ്യുന്നത്. ചിലർ അങ്ങനെയല്ല, പറഞ്ഞ ഉടനെ കേട്ട് പിന്മാറും. പക്ഷേ ചിലർ അതല്ല, മദ്യവെച്ചുകൊണ്ട് പറഞ്ഞവരുണ്ട്, ആത്മഹത്യക്ക് പറഞ്ഞവരുണ്ട്. ഇത് രണ്ടും കൂടെ സംഭവിച്ചു. ഞങ്ങൾ കൈയോടെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ പോലീസിൻ്റെ ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു നിന്ന് പോകുന്നതാണ്. ഈ പോലീസിനെ എപ്പോഴും നമ്മളടുത്ത് കൂട്ടിയിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് പല പല ജോലികളും അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളും. അതുകൊണ്ട് ഇത് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ബാരിക്കേഡ് വെച്ച് ഇതിന് ചേർത്ത് ടൂറിസ്റ്റുകളെ ബാക്കിലോട്ട് മാറ്റുക. ഇതിന് ആൾക്കാരെ ഒരു നിയന്ത്രിക്കാനുള്ള ഒരു ഓർഡർ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ടൂറിസത്തിന്റെ ഭാഗത്തുനിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അത് ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതെ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും? തീരത്തുള്ള വീടുകൾ അത്രയും നാശനഷ്ടം സംഭവിച്ചതാണ്. അവരൊക്കെ ഇവിടെ നിന്നൊക്കെ മാറിപ്പോയെന്ന് തോന്നുന്നു. ഇപ്പം ഈ വീടിൻ്റെയൊക്കെ അടിസ്ഥാനമൊക്കെ ഇളകി പോയിട്ടുണ്ട്. കുറേയൊക്കെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെന്ത് ഒരു ബലത്തിലാണ് താമസിക്കുന്ന ഒരു പിടിയില്ല. അത്രയും ഡീപ്പ്, ഭയങ്കര ശക്തിയായിട്ട് തിര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ, ഞാൻ പറയാതെ തന്നെ. എൻ്റെ ഈ വീടിൻ്റെയൊക്കെ അടിസ്ഥാനം വരെ ഇളകിപ്പോയി. അവർക്ക് താമസയോഗ്യമല്ല ഈ വീടൊന്നും. മൊത്തം കടലെടുത്തുകൊണ്ട് പോയി. അത്യാവശ്യം വലിയൊരു തിര വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും പോകും. വീടൊക്കെ പൂർണ്ണമായിട്ടും തകർന്നു പോയി. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് മൊത്തം തകർന്നു പോയി. ഇവരുടെ കതവും ഡോറും ഈ സൈഡ് മൊത്തം ഇടിഞ്ഞ് കടലിലോട്ട് വീണ അവസ്ഥയാണ് കാണുന്നത്. ആ വീടും ഏകദേശം പോകാറായിരിക്കുകയാണ്. ഇവിടുന്നൊക്കെ ആൾക്കാരൊക്കെ മാറിപ്പോയെന്ന് തോന്നുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നു കേട്ടോ. ഇവിടെ
നമ്മുടെ ഓരോ വീടും ഓരോ മനുഷ്യൻ്റെ അധ്വാനമാണ് കേട്ടോ, രാപകലില്ലാത്ത അധ്വാനമാണ്. അതെല്ലാം എന്താ ഒരു നിമിഷം കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ലോൺ എടുത്തും അവർ സമ്പാദിച്ചു വെച്ചുമൊക്കെ കുറേശ്ശെ തുച്ഛമായിട്ടുള്ള പൈസകളൊക്കെ മിച്ചം പിടിച്ചൊക്കെ വെച്ച വീടുകളൊക്കെയാണ് കൺമുന്നിൽ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇടിഞ്ഞ് കടലിലേക്ക് ലയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ, നമുക്ക് പോലും സഹിക്കത്തില്ല. നമ്മുടെ വീടിൻ്റെ ഭിത്തിക്കൊക്കെ ഒരു ചെറിയൊരു സ്ക്രാച്ച് വന്നപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് കണ്ടു നിന്നാൽ പോലും നമ്മുടെ ചങ്ക് പടയുന്ന ഒരു കാഴ്ചയാണ്. അവർ മനുഷ്യരാണ്. ഇത് കണ്ടില്ലേ, ഇവരെ ഈ തടയണയൊക്കെ വെച്ചിട്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല. എല്ലാം ഇടിച്ച് ഒരു സെക്കൻഡ് കൊണ്ട്. ഇനിയും ഉച്ച കഴിഞ്ഞിട്ട് വളരെ ഭീകരമായിട്ടുള്ള ഒരു തിരയാണ് ഇവിടെ അടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പോലും പറയാൻ പറ്റില്ല. ആൾക്കാരെ കുറച്ചൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഒന്നും വരല്ലേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.